നമസ്കാരം, TVN ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. 2023 മലയാള ചലച്ചിത്ര സൗഹൃദവേദിയുടെ പ്രേംനസീർ പുരസ്കാരത്തിന് അർഹനായ ബാവ കൂട്ടായിക്ക് അഭിനന്ദന പ്രവാഹം. നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങിയ ഗഫൂർ പോക്കുന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചുടുകണ്ണീരാൽ എന്ന ഷോർട്ട് ഫിലിമിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചതിനാണ് 73-കാരനായ ബാവ കൂട്ടായിക്ക് പ്രേംനസീർ പുരസ്കാരം തേടിയെത്തിയത്. പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്ന ബാവ കൂട്ടായി യാദൃശ്ചികമായാണ് സിനിമയിലെത്തുന്നത്. ആദ്യകാലങ്ങളിൽ നാട്ടുംപുറത്തെ നാടകങ്ങളിലൊക്കെ സജീവമായിരുന്നെങ്കിലും സിനിമയിൽ അഭിനയിക്കണമെന്ന മോഹം വർഷങ്ങൾ നിരവധി പിന്നിട്ടെങ്കിലും നടന്നിരുന്നില്ല. യാദൃശ്ചികമായാണ് സുഹൃത്തുക്കളായ ഖാദർ തിരൂരും ഗഫൂർ മുക്കവും സിനിമയിൽ അഭിനയിക്കാൻ വഴിയൊരുക്കുന്നത്. മട്ടാഞ്ചേരി, പായക്കപ്പൽ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും ഏറ്റുവാങ്ങിയ ഗഫൂർ പൊക്കുന്ന് തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത ചുടുകണ്ണീരാൽ എന്ന ഷോർട്ട് ഫിലിമിലെ മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെ ബാവ കൂട്ടായിയുടെ നടന വൈഭവം പ്രേക്ഷകർ തിരിച്ചറിയുകയായിരുന്നു. 2023 മലയാള ചലച്ചിത്ര സൗഹൃദവേദിയുടെ പ്രേംനസീർ പുരസ്കാരത്തിന് അർഹനായത് അഭിമാനമായി കാണുന്നുവെന്ന് ബാവ പറയുന്നു. അന്നൊരു ചെറിയ ഷോർട്ട് ഫിലിം എടുത്തിരുന്നു. അതിന് ശേഷമാണ് ഈ പായക്കപ്പൽ വരുന്നത്, പായക്കപ്പൽ എടുക്കുന്നത്. പായക്കപ്പലിൽ ഒരു കൊല്ലത്തോളം അതിൻ്റെ ഷൂട്ടിങ് നീണ്ടുപോയിരിക്കുന്നു. വൈക്കാശ്ശേരിയിലായിരുന്നു ആദ്യ ഷൂട്ടിങ്, തുടക്കം വൈക്കാശ്ശേരി മനയിൽ. കോഴിക്കോട് അളകാപുരിയിൽ വെച്ച് 2024 ജനുവരി 14 ബാവ കൂട്ടായി ഗാനരചയിതാവ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയിൽ നിന്നും പ്രേംനസീർ പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഡോക്ടർ അംബേദ്കർ പുരസ്കാരം, കലാകൈരളി കലാസാഹിത്യ പുരസ്കാരം, ഓട്ടോ ചങ്കേഴ്സ് ടെലിഫിലിം പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ബാവയെ തേടിയെത്തി. പ്രായം 73-ലെത്തിയെങ്കിലും ഇനിയും അഭിനയിക്കണമെന്ന ആഗ്രഹം ബാവയ്ക്കുണ്ട്. അസുഖം മൂലം 2 പടങ്ങളിൽ അഭിനയിക്കാൻ കഴിഞ്ഞില്ലെന്നും ബാവ പറയുന്നു. കരിന്തണ്ടൻ, ഉമ്മച്ചിക്കുട്ടിയുടെ ഭാമ എന്നീ 2 ചിത്രങ്ങൾ റിലീസാവാനുണ്ട്. പരേതയായ ഉമ്മുവാണ് ഭാര്യ. മക്കൾ സെമീർ, ബാബു, ജയ്ഷത്ത്, ഷാഹിദ, സുലൈഖ. TVN ന്യൂസ്, തിരൂർ. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.